യെസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണ്. നമ്മൾ ഒറ്റയടിക്ക് മൈക്രോ എക്കണോമിക്സിൻ്റെ 5 ചാപ്റ്ററിലെ ആ 5 ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനുള്ളത് നോക്കിക്കോളൂ. ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് പഠിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള ടോപ്പിക്സ് ഇല്ലേ, അത് പഠിക്കണം. പിന്നെ നമ്മുടെ PPC, വാട്ട് ഈസ് മെന്റ് ബൈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അത് വരയ്ക്കാൻ പഠിക്കണം, അതിൻ്റെ ഷേപ്പ് അതൊക്കെ പഠിക്കുക. പിന്നെയുള്ളത് നിങ്ങൾ സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം, അതിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾ പഠിച്ചിരിക്കണം ഫസ്റ്റ് ചാപ്റ്ററിൽ കേട്ടോ. Now comes second chapter. Second chapter വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കിക്കോളൂ. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്നാണ് പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ പഠിക്കണം ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. മിനിമം ഒരു 3 ഫീച്ചേഴ്സ് പഠിക്കണം. അതായത് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അങ്ങനെയുള്ള ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവും ആ ഒരു ഇൻഡിഫറൻസ് കർവ് ഇതാ ഇങ്ങനെയില്ലേ, ജസ്റ്റ് ഇൻഡിഫറൻസ് കർവിൻ്റെ ആ ഷേപ്പ് ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ കയറേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ ആണ്. അവിടെ നമ്മുടെ essay ക്വസ്റ്റ്യൻ ഒക്കെ ചാൻസ് ഉണ്ട്. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ പഠിക്കണം, P1x1 + P2x2 അറിയില്ലേ. ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. P1x1 + P2x2 = M എന്നുള്ള ഇക്വേഷൻ പഠിക്കുക. അതുപോലെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ കാണേണ്ട ഇക്വേഷൻ പഠിക്കുക, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് പഠിക്കുക, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് പഠിക്കുക, അതേപോലെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനും പഠിക്കുക. കാരണം ഈ ഒരു ഭാഗത്ത് ചിലപ്പം 8 മാർക്കിൻ്റെ ഒരു essayക്കൊക്കെ താങ്ങി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് നോക്കിയേ, ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ. ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അതായത് നമ്മുടെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടെ ടാൻജൻ്റ് ആവുന്നത്. ആ ഡയഗ്രാം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം ഇല്ലാതെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്റ്റിമൽ ചോയ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ ഈക്വിലിബ്രിയം എന്ന ഇതിന് വേറെ പേരുണ്ട്. പിന്നെ പഠിക്കുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. വാട്ട് ആർ ദ വേരിയസ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്? പ്രൈസ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, അങ്ങനെയുള്ള സംഭവങ്ങളിലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അങ്ങനെ ഒരു 3-4 ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് പഠിച്ചു വയ്ക്കുക. പിന്നെയുള്ളത് ലോ ഓഫ് ഡിമാൻഡ് ആണ്. അതായത് ഡിഫൈൻ ലോ ഓഫ് ഡിമാൻഡ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് പഠിക്കണം. പിന്നെയുള്ളത് മക്കളെ നോക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക. അതിൻ്റെ 2 എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത് കേട്ടോ. പിന്നെയുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇത് 5 ടൈപ്സ് ഉണ്ട്. വിത്ത് ഡയഗ്രാം ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ കയറി വരും. പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അതായത് പെർസെൻറ്റേജ് മെത്തേഡ്, പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് അല്ലേ, അതിൻ്റെ ആ ഒരു പ്രോബ്ലം സൈഡും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെയുള്ളത് ഇലാസ്റ്റിസിറ്റി ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ്. കണ്ടോ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിൽ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുക, അത് നിങ്ങൾ പഠിക്കണം. 5, ഒന്നിവിടെ, ഒന്ന് നടുക്ക്, ഒന്നിവിടെ, അങ്ങനെ 5 എണ്ണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു ഡയഗ്രാം വരച്ചിട്ട് ഇലാസ്റ്റിസിറ്റി ഇങ്ങനെ കൊണ്ട് മെഷർ ചെയ്യാൻ പഠിക്കുക. പിന്നെയുള്ളത് വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഉണ്ട്, അങ്ങനെയുള്ള ഒരു ഫാക്ടേഴ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന 2-3 ഫാക്ടേഴ്സും പഠിക്കുക. ഓക്കെ, നൗ ചാപ്റ്റർ നമ്പർ 3, നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മീനിങ് പഠിക്കണം. അതായത് 1 വേർഡ് ആയിരിക്കും ചോദിക്കുക. അതേപോലെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. പിന്നെയുള്ളത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആണ്. അതൊരു തിയറി ആയിട്ട് ചിലപ്പോൾ essay ക്വസ്റ്റ്യൻ വരെ ചോദിക്കാവുന്നതാണ്. ഈ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP. ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ സൈഡിൽ വരുമ്പോൾ AP ആൻഡ് MP ആയിരിക്കും. ഇനി കോസ്റ്റ് സൈഡിൽ വരികയാണെങ്കിൽ AC ആൻഡ് MC ആയിരിക്കും കേട്ടോ, നോക്കിക്കോളൂ. അതേപോലെ എക്സ്പ്ലെയിൻ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് ലോങ് റൺ ലോ ആണ്. IRS, CRS, DRS ഓർമ്മയുണ്ടോ? ഓക്കെ, ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനും നിങ്ങൾ പഠിച്ചു വെക്കണം 3 എണ്ണം കേട്ടോ. പിന്നെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് നമ്മുടെ TFC കാണാൻ, TVC, AVC, FSC അങ്ങനെയുള്ള കുറേ സികൾ കാണാൻ പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ടേബിൾ തന്നിട്ട് ഫില്ല് ചെയ്യാനാണ് പറയാറുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം, അതായത് ഏതെങ്കിലും 2 ഡയഗ്രാം വരയ്ക്കാൻ പറയാറുണ്ട് കേട്ടോ. പിന്നെയുള്ളത് കണ്ടോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AC ആൻഡ് MC, ഒരു 3 റിലേഷൻഷിപ്പ് മിനിമം പഠിച്ചു വെക്കുക. അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. നൗ കംസ് ചാപ്റ്റർ നമ്പർ 4 ആണ്
തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇതിലുണ്ട് മക്കളെ ഒരു ക്വസ്റ്റ്യൻ. അതിൽ നിങ്ങൾ 4 ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേം ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നമ്മുടെ essay ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, പിന്നെ ഷോർട്ട് റൺ ഈക്വിലിബ്രിയമും ലോങ് റൺ ഈക്വിലിബ്രിയം ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ട് അങ്ങോട്ടേക്ക് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പിന്നെയുള്ളത് ഷട്ട് ഡൗൺ പോയിന്റും അതേപോലെ ബ്രേക്ക് ഈവൻ പോയിന്റും എന്താന്ന് പഠിച്ചു വെക്കണം. അതും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻറ്റ് അതായത് ഈ ചാപ്റ്ററിൽ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ ആണ്. അത് വിത്ത് ഡയഗ്രാം ആണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അപ്പോൾ ഡയഗ്രത്തിൽ കൂടി അല്ലാതെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എക്സ്റ്റൻഷൻ്റെ മീനിങ് എഴുതുക, കോൺട്രാക്ഷൻ്റെ മീനിങ് എഴുതുക, എന്നിട്ട് ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം ആകുമ്പോൾ ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ. ഓക്കെ, അടുത്തത് മെഷർ ഇലാസ്റ്റിസിറ്റി അണ്ടർ പെർസെൻറ്റേജ് മെത്തേഡ്. ഇവിടെയും പരീക്ഷയ്ക്ക് ചോദിക്കും, പ്രോബ്ലം ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ, ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാനും ഈ ഒരു സെക്ഷൻ ഉണ്ടാവും കേട്ടോ. Now comes chapter number 5. അതായത് നമ്മുടെ മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയുടെയും മീനിങ് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അത് 2 ഡയഗ്രാം ഉണ്ടാവും. ഒന്ന് പ്രൈസ് സീലിങ്ങിനുണ്ട്, ഒന്ന് പ്രൈസ് ഫ്ലോറിനുണ്ട്. ഈ മക്കളെ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇമ്പാക്ട്സും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അതിൻ്റെ 3 ഇമ്പാക്റ്റ്, അതായത് പ്രൈസ് സീലിങ്ങിൻ്റെ 3 പ്രൈസ് ഫ്ലോറിൻ്റെ 2 ഇമ്പാക്റ്റും പഠിച്ചു വെക്കുക. അത് എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും, കാരണം ഇതൊരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് ഫൈൻഡ് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇത് പ്രോബ്ലം ചോദിക്കും. ഈ ചാപ്റ്റർ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് വരുന്നത് ഈ ഒരു സംഭവത്തിൽ നിന്നാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അണ്ടർ മാക്രോ എക്കണോമിക്സ്. നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പോണത് എന്താ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് പഠിക്കുക. പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എമേർജ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷൻ അതുപോലെ ക്ലാസിക്കൽ ഇക്കണോമിക് തോട്ടില്ലേ, അതാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ആ ടോപ്പിക്കും പഠിക്കണം. പിന്നെയുള്ളത് 4 സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി അണ്ടർ മൈക്രോ എക്കണോമിക്സ് ആണ്. 4 എണ്ണം ഉണ്ട്, അറിയാം. ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ അല്ലേ. അങ്ങനെ എന്തുണ്ട്, എക്സ്റ്റേണൽ സെക്ടർ. ഓക്കെ, ഈ 4 സെക്ടേഴ്സും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വെരി സിമ്പിൾ, 2 മാർക്കിൻ്റെ വെയിറ്റേജേ ഉള്ളൂ. പക്ഷേ ഇത് മെയിൻ ടോപ്പിക്സ് ആണ് കേട്ടോ. ഇനി ചാപ്റ്റർ നമ്പർ 2 നാഷണൽ ഇൻകം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ കോൺസെപ്റ്റ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ ആണ് ആദ്യം പഠിക്കുക വിത്ത് എക്സാമ്പിൾസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കിയേ സർക്കുലർ ഫ്ലോ ഇൻകം ഇൻ എ സിമ്പിൾ സെക്ടർ ഇക്കോണമി. ഇവിടെ നിങ്ങൾ ആ ഡയഗ്രാമില്ലേ 2 സെക്ടർ മോഡൽ ഇക്കോണമി സർക്കുലർ ഫ്ലോ ചാർട്ടില്ലേ, ആ ഡയഗ്രാം വെച്ച്, ഡയഗ്രാം ഇല്ലാതെ അതില്ല കേട്ടോ. അപ്പോൾ അത് ഡയഗ്രാം വെച്ച് പഠിക്കുക. അതിൽ തന്നെ മക്കളെ നിങ്ങൾ റിയൽ ഫ്ലോയും അതേപോലെ എന്ത് ചെയ്യുക മണി ഫ്ലോയും ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടെ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതാണ് നമ്മുടെ essay ക്വസ്റ്റ്യൻ, മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. 3 മെത്തേഡ് ഉണ്ട്, പ്രൊപ്പോർഷനേറ്റ് പെർസെൻറ്റേജ് ഔട്ട്പുട്ട് മെത്തേഡ് ഉണ്ട്, അല്ലാതെ പ്രോഡക്റ്റ് മെത്തേഡ്, രണ്ടാമത്തത് ഇൻകം മെത്തേഡ്, മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ആ 3 മെത്തേഡുകളും കറക്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചു വെക്കണം. അത് essay ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. പിന്നെയുള്ളത് GDP ഡിഫ്ലേറ്റർ എന്താണെന്നാണ്. നോമിനൽ GDP ഡിവൈഡ് ബൈ റിയൽ GDP. പക്ഷേ അത് അങ്ങനെ എഴുതാനും മാത്രമല്ല ചോദിക്കാറ്, ചിലപ്പം അവർ വാല്യൂസ് തന്നിട്ട് GDP ഡിഫ്ലേറ്റർ കാണാനും ഉണ്ടാവും. അപ്പം ഈ GDP ഡിഫ്ലേറ്റർ പഠിക്കുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത പ്രോബ്ലംസും കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് എന്ന് GDPയും വെൽഫെയറും തമ്മിലൊരു ടോപ്പിക് ഉണ്ട്. അതിലൊരു 3 പോയിന്റ് അതിനകത്തുണ്ട്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, എക്സ്റ്റേണാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 നോൺ മോണിറ്ററി എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ആ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ വരികയാണ് 3ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് മണി ആൻഡ് ബാങ്കിങ്. ആ ചാപ്റ്ററിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ മക്കളെ എന്ത് വെച്ചാണ്, ബാർട്ടർ സിസ്റ്റം വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ മീനിങ് ഓഫ് ബാർട്ടർ സിസ്റ്റം, ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം പഠിക്കുക. പിന്നെയുള്ളത് ലിക്വിഡിറ്റി ട്രാപ്പ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ആ ഡയഗ്രാം നോക്കണം കേട്ടോ. ഡയഗ്രാം നോക്കണം. പിന്നെ ഇതിനകത്ത് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ, അതായത് RBIയുടെ 3 മെഷേഴ്സ് അല്ല 4 മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഉണ്ട്. M1, M2, M3, M4 ഇല്ലേ, അതാണ് ഇവിടെ പഠിക്കേണ്ടത്. പിന്നെ ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കും മോണിറ്ററി പോളിസി ഓഫ് സെൻട്രൽ ബാങ്ക്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, അതേപോലെ എന്തുണ്ട് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഇല്ലേ, ആ മെഷേഴ്സ് നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കണം. ഇവിടെയാണ് essay ക്വസ്റ്റ്യൻ ഉള്ളത് മക്കളെ. ഇത് കൂടാതെ അടുത്ത് എന്ത് പഠിക്കണം എന്നറിയാം, ഫങ്ഷൻസ്. ഓക്കെ, അത് പറഞ്ഞുതരാം. പിന്നെ അത് മണി മൾട്ടിപ്ലയർ. അത് കൂടാതെ മക്കളെ വേറൊന്ന് പഠിക്കണം, ഫങ്ഷൻസ് ഓഫ് മണി. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ, കോണ്ടിജന്റ് ഫംഗ്ഷൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം ഇവിടെ പ്രൈമറി ഫംഗ്ഷൻ മാത്രം ചോദിക്കും,
സെക്കൻഡറി ഫംഗ്ഷൻ മാത്രം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഒരു എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് ഈ സെക്ഷനിലാണ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് വരാൻ ചാൻസ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ചാപ്റ്റർ നമ്പർ 4 ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. അതിൽ നിങ്ങൾ എക്സ്പോസ്ഡ് വേരിയബിളും എക്സ് ആൻറ്റെ വേരിയബിളും എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് എക്സ് ആൻറ്റെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ എ 2 സെക്ടർ ഇക്കോണമി, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് MPC MPS, എന്താണ് MPC എന്താണ് MPS, ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചിലപ്പം പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഫോർമുലാസ് പഠിച്ചു വെക്കുക. MPC ഡെൽറ്റ C ബൈ ഡെൽറ്റ വൈ, MPS ഡെൽറ്റ S ബൈ ഡെൽറ്റ വൈ. ആ പ്രോബ്ലംസ് ആ ഫോർമുല പഠിക്കുക, അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുക. അടുത്ത നോക്കിയാൽ ഡിറ്റർമിനേഷൻ ഓഫ് ഈക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2 സെക്ടർ ഇക്കോണമി. ഇത് വളരെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാം. എപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുണ്ട്. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ഈക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2 സെക്ടർ ഇക്കോണമി എന്ന് പറയുമ്പോൾ ആ ഡയഗ്രാം വൃത്തിക്ക് പഠിച്ചിട്ട് എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ ഒക്കെ കറക്റ്റ് മാർക്ക് ചെയ്യുക കേട്ടോ. Now comes chapter number 5, ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ഇക്കോണമി ആണ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫംഗ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. അലോക്കേഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻസ് ഒക്കെ ഇല്ലേ, ആ 3 ഫംഗ്ഷൻസ് ഇതിൽ പഠിക്കുക. പിന്നെ ഉള്ളത് കോമ്പോണൻറ്റ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് ആണ്. മക്കളെ ഇത് ചിലപ്പം ഒരു ഫ്ലോ ചാർട്ടായിട്ട് പഠിക്കേണ്ടി വരും കേട്ടോ. അതായത് നിങ്ങൾ റവന്യൂ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാർട്ട് രൂപത്തിലില്ലേ, അത് അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. കോമ്പോണൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. പിന്നെയുള്ളത് ചാപ്റ്റർ നമ്പർ 6 ഓപ്പൺ ഇക്കോണമിയാണ്. അതിൽ ലിങ്കേജസ് ഓഫ് എൻ ഓപ്പൺ ഇക്കോണമി. ഇവിടെ 3 ലിങ്കേജസ് ഉണ്ട്. പ്രോഡക്റ്റ് മാർക്കറ്റ്, ലേബർ മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്. അങ്ങനെ 3 ലിങ്കേജസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെയുള്ളത് BOPയും BOTയും തമ്മിലുള്ള ഡിഫറൻസസ് പഠിച്ചു വയ്ക്കുക. ഒരു 3 ഡിഫറൻസസ് നമ്മൾ ഇതിൽ പഠിക്കുക. പിന്നെയുള്ളത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ ആണ്. ചില സമയത്ത് ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ പോലെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഇതിൽ 3 ടൈപ്പ് ഉണ്ടെന്ന് അറിയില്ലേ. ഒന്ന് ഫ്ലെക്സിബിൾ ആണ്, മറ്റത് ഫിക്സ്ഡ് ആണ്, ഒന്ന് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ആണെന്നൊക്കെ അറിയില്ലേ. അങ്ങനെയുള്ള ആ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് നിങ്ങൾ എക്കണോമിക്സിലെ ഓരോ ചാപ്റ്ററിൻ്റെയും മെയിൻ ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ.